ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ട കാര്യം ഒരു പ്രസ്ഥാനത്തിനുമില്ലല്ലോ. അപ്പോൾ RSSനെ ഇത് ഞങ്ങൾ പൊളിറ്റിക്കലായിട്ടല്ല കാണുന്നത്, സാംസ്കാരികമായിട്ടാണ്. അപ്പോൾ അവർക്ക് ഇവിടെ വിശ്വാസപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അവസരം വേണമെന്ന് പറഞ്ഞാൽ അതും രാഷ്ട്രീയവൽക്കരണമാണ്. ഇതിനകത്ത് എല്ലാവരും മാറി നിൽക്കുക, ക്ഷേത്രങ്ങൾ എല്ലാവരും കൂടി നടത്തട്ടെ. BJP-കാരും കോൺഗ്രസ്സുകാരും CPM-കാരും വേറെ പാർട്ടിക്കാരുണ്ടെങ്കിൽ അവരും എല്ലാവരും കൂടി നടത്തട്ടെ. രാഷ്ട്രീയമായ കാര്യങ്ങൾ അവിടെ നിന്ന് മാറ്റി നമുക്ക് പുറത്ത് ചെയ്യാം എന്ന് തീരുമാനിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അതിനഭിലാഷം അതിനിപ്പോൾ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഇവിടെ ആരാധന തീർപ്പ് പറഞ്ഞിട്ടുള്ളത് അഭിലാഷം നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം എന്താണ്? ചർച്ച ചെയ്യുന്ന വിഷയത്തിന് കാതലായിട്ടുണ്ടായ കാര്യം എന്താണ്? ആ കാതലായിട്ടുണ്ടായ കാര്യം എന്ന് പറയപ്പെടുന്നത് തിരുവാതിര ഉത്സവവുമായി ബന്ധപ്പെട്ട് ഭഗവതി ക്ഷേത്രത്തിൽ അവിടെ ഗാനമേളയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമയത്ത് അവിടെ വലിയ ലൈറ്റും സൗണ്ടും സംവിധാനമൊക്കെ ആയിട്ട് പാട്ട് പാടുന്ന സമയത്ത് DYFIയുടെയും CPM-ൻ്റെ അരിവാൾ ചുറ്റുക നക്ഷത്രം അടക്കമുള്ള കാര്യങ്ങൾ LED വാളിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് ഇവരുടെ പാർട്ടി സമ്മേളനത്തിൽ നടത്തേണ്ട ഒരു പരിപാടി പോലെയുള്ള ഒരു ഗാനം അവിടെ ആലപിക്കുന്നത് അത് ക്ഷേത്ര ഉത്സവത്തിൽ രണ്ട് ഭാഗക്കാർക്കും അല്ലെങ്കിൽ അതിന് പല വിശ്വാസങ്ങളും പല രാഷ്ട്രീയമുള്ള ആളുകൾക്ക് അത് വിരോധം ഉണ്ടാകും. അത് സംശയമില്ലാത്ത കാര്യം തന്നെയാണ്, സ്വാഭാവികമല്ലേ. അത് ഇവിടെ പാടേണ്ടതല്ലോ, പാർട്ടി സമ്മേളനത്തിൽ പാടേണ്ട കാര്യങ്ങളല്ലേ, അത് അവിടെ പാടട്ടെ. പിന്നെ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് പുറമേ നടക്കുന്ന പരിപാടികൾ നോക്കൂ. നമ്മളൊരു ക്ഷേത്രത്തിൽ കൊടി കയറി ഒരു 5 ദിവസം 7 ദിവസം 10 ദിവസമൊക്കെ പുറത്ത് വിവിധ പരിപാടികൾ നടക്കുന്നത് അത് ഉപജീവനത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, നിരവധി കലാകാരന്മാരുടെ കാര്യങ്ങളുണ്ട്, സാംസ്കാരികോത്സവങ്ങളാണ്. ഒരു സാംസ്കാരികോത്സവങ്ങൾ നടക്കുമ്പോൾ ആ നാട്ടിലെ ഗ്രാമങ്ങളും കാര്യങ്ങളിലൊക്കെ ഒരു ഒത്തുകൂടം ഉണ്ടാവും. അവിടെ ബലൂൺ കച്ചവടം പൂരത്തിൻ്റെ ആചാരമൊന്നുമല്ലല്ലോ. എന്തിനാണ് എല്ലാ ഉത്സവങ്ങളിലും ബലൂൺ കച്ചവടം പൊരി കച്ചവടം അലുവയൊക്കെ വരുന്നത്? അപ്പോൾ ഇതൊക്കെ ഒരു ഉപജീവന കാര്യങ്ങളാണ്, ഒരുപാട് പേരുടെ ജീവിത മാർഗ്ഗങ്ങളാണ്. അപ്പോൾ ഇത് സാംസ്കാരിക സമ്മേളനങ്ങൾ നടക്കുന്നതും വിവിധ കലാപ്രകടനങ്ങൾ നടക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷെ അതിനകത്ത് അജണ്ടിക്കലായിട്ട് അവനവൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ സന്ദേശം കൊടുക്കുന്ന രീതിയിലുള്ള സൂത്രപ്പണികൾ ചെയ്യുന്നിടത്താണ് പ്രയാസമുണ്ടായത്. നമ്മൾ പലപ്പോഴും ചർച്ചയിൽ സബ്ജക്റ്റിൽ നിന്ന് ചർച്ച ചെയ്യൂ എന്ന് അഭിലാഷ് പറയാറില്ലേ? സബ്ജക്റ്റിൽ നിന്ന് ചർച്ച ചെയ്യുമ്പോൾ തിരുവാതിരോത്സവത്തിന് ഇവരുടെ പാർട്ടി ഗ്രാമമായിട്ട് കൊണ്ടു നടക്കുന്ന ഇവരുടെ സംവിധാനത്തിൽ ഇവർ ചെയ്ത പ്രവൃത്തി തെറ്റാണ്. പിന്നെ ശ്രീ ഗോവൻ ചേട്ടൻ പറഞ്ഞൊരു കാര്യം എന്താണ്? അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ വിശ്വാസികളുണ്ട്, ബ്രാഞ്ച് സെക്രട്ടറി ഉണ്ട്, ശിവദാസ മേനോനെ കടത്തി വിട്ടത് ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു, ദൈവത്തിന്റെ വേഷം കെട്ടി. നല്ല കാര്യം ചേട്ടാ. പക്ഷേ ഇതേ പാർട്ടി തന്നെയാണ് ഗണപതിയെ കുറിച്ച് പറഞ്ഞതും, ഇതേ പാർട്ടി തന്നെയാണ് ഗണപതി ഹോമം നടത്താൻ പാടില്ല പാർട്ടി മെമ്പർമാരെന്ന് പ്രഖ്യാപിച്ചതും, ഇതേ പാർട്ടി തന്നെയാണ് ഹിന്ദു ആചാരങ്ങൾക്കെതിരെ പ്രവർത്തിച്ചതും, ഇതേ പാർട്ടി തന്നെയാണ് അയ്യപ്പനെ കടുക്കാവെള്ളം കുടിപ്പിക്കാൻ പറഞ്ഞതും, ഇതേ പാർട്ടിയുടെ നേതാവ് തന്നെയാണ് സ്ത്രീകൾ ഈറനെടുത്തു വരുന്ന സമയത്ത് തിരുമേനിമാരെ ആകർഷിക്കാനാണെന്ന് പറഞ്ഞതും, ഇതേ പാർട്ടിക്കാർ തന്നെയാണ് ഈ വിശ്വാസങ്ങൾക്ക് നേരെ മോശമായി പ്രവർത്തിക്കുന്നതും. എൻ്റെ ഗോവൻ ചേട്ടാ, എൻ്റെ നാട്ടില് അയ്യപ്പന് വെളിച്ചപ്പാടായിട്ടുള്ള ഞങ്ങളുടെ സ്വന്തം അയ്യപ്പേട്ടൻ മൂപ്പര് CPM-ന്റെ ടാറ്റു കുത്തിയിട്ടാണ് ഇത്തവണ വെളിച്ചപ്പാടായി പോകും. ഞാൻ കണ്ടല്ലോ, ഞാൻ അതിൽ അംഗീകരിക്കുന്ന ആളാണല്ലോ. അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ പരിപൂർണമായി അംഗീകരിക്കുന്നു, ഞങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്നു, അതിലൊന്നും തെറ്റില്ല. പക്ഷെ നിങ്ങൾ ഈ ഉപദേശിക്കലും ഒപ്പം തന്നെ പറ്റിക്കലും അതും ഒരേപോലെ നടപ്പിലാക്കുന്ന രീതിയാണ് തെറ്റ്. ക്ഷേത്രങ്ങളെയും ക്ഷേത്ര അങ്കണങ്ങളെയും ക്ഷേത്ര ഉത്സവങ്ങളെയും അവനവന്റെ പാർട്ടിയുടെ പ്രവർത്തനത്തിന്റെ മേഖലയാക്കി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി നടത്തിയിടത്താണ് ഈ ചർച്ച നടത്തേണ്ടി വന്നത്, അല്ലേ അഭിലാഷേ? പിന്നെ RSSന്റെ കൊടി ഉയർത്തുന്നു. RSS ഒരു ക്ഷേത്രത്തിലും കൊടി ഉയർത്തിയിട്ടില്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് വേണ്ട. ക്ഷേത്രത്തിൽ കൊടി ഉയർത്തുക എന്ന് പറയപ്പെടുന്നത് ആചാരങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്ഷേത്രാങ്കണത്തിൽ നടക്കുന്ന പ്രവൃത്തിയാണ്. അവിടെ BJP-യോ RSS-ഓ കോൺഗ്രസോ CPM-ഓ ഇല്ല സാർ. അത് ക്ഷേത്രത്തിന്റെ അതിന് അർഹതപ്പെട്ട ആളുകൾ, അതിന്റെ പൂജാവിധി ചെയ്യുന്ന ആളുകൾ ആ കൊടിമരത്തില് കൃത്യമായിട്ട് ആ കൊടി ഉയർത്തി ക്ഷേത്രത്തിന്റെ ഉത്സവത്തെ വിളിച്ചോതുന്ന ആ ദിവസത്തിന്റെ പ്രവൃത്തി നടത്തുന്നതിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി ഉയർത്തി എന്ന് നിങ്ങൾ ആരോപിച്ചാൽ അത് അംഗീകരിക്കുകയും സാധ്യമാകില്ല. കൊടി ഉയർത്തിയെന്നല്ല, ഉത്സവമോ പരിപാടിയൊക്കെ നടക്കുമ്പോ ഈ പോസ്റ്റിലും ആ ചുറ്റുവട്ടത്തെ മുഴുവൻ കൊടി കുത്തി വെക്കുന്നതിനെ പറ്റിയാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, കാവിക്കൊടിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാല് കാവിക്കൊടി RSS മാത്രം ഉപയോഗിക്കുന്നതല്ല അഭിലാഷ്, അത് തെറ്റിദ്ധാരണ. ഗോവൻ ചേട്ടാ, കാവിക്കൊടി RSS മാത്രം ഉപയോഗിക്കുന്നതല്ല. കാവിക്കൊടി എന്ന് പറയപ്പെടുന്നത് അത് ഹിന്ദു ആചാര്യന്മാരും അതുപോലെ തന്നെ സന്യാസിയോര്യന്മാരും അതുപോലെ തന്നെ എല്ലാവരും ഉപയോഗിക്കുന്ന കളർ തന്നെയാണ്. അതിന് നിങ്ങൾ ഈ ചമല കളർ കണ്ട ജാതി
കോടിയല്ലെന്ന് കളറാണ് ഞാൻ പറഞ്ഞത്, അല്ലാണ്ട് അവർ തലയിൽ നടക്കാന്ന് പറയാൻ മാത്രം അതല്ല നിങ്ങൾ ഒളിച്ചു കിടക്കല്ല, ഒളിച്ചു കളിക്കല്ല, ഒളിച്ചു കിടത്തില്ല. അതാണ് പറഞ്ഞത്. നിങ്ങളെ സംബന്ധിച്ച് ക്ഷേത്രങ്ങൾ, ക്ഷേത്രാചാരങ്ങളൊക്കെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണ് നിങ്ങൾ. ഈ കേരള സമൂഹത്തിന്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ക്ഷേത്രങ്ങളോട് ചെയ്തിട്ടുള്ള നീതികേടൊന്നും ഞങ്ങൾക്ക് ഈ 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തരണം സാധ്യമല്ല. പക്ഷേ ഒരു ചർച്ച 1 മണിക്കൂർ വെച്ചാൽ അഭിലാഷേ ഗണപതി ഭവനം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞു നിങ്ങളല്ലേ? ഗണപതി മിത്താണെന്ന് പറഞ്ഞ ഷംസീർ നിങ്ങളുടെ ആളല്ലേ? അയ്യപ്പനെ കടുക്കവെള്ളം കുടിപ്പിക്കണമെന്ന് പറഞ്ഞ സീമ നിങ്ങളുടെ ആളല്ലേ? പിന്നെ എന്താ പറഞ്ഞത്? നമ്പൂതിരിയുടെ അടിവസ്ത്രത്തെ കുറിച്ച് പറഞ്ഞ സുധാകരൻ നിങ്ങളുടെ ആളല്ലേ? നിങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ TN സീമ പറഞ്ഞില്ലേ? TN സീമ പറഞ്ഞിട്ട് സാർ ശ്രീമതി ടീച്ചറാണ് സാർ ഈറൻ എടുത്തു വന്ന സ്ത്രീകൾ തൊഴുന്ന സമയത്ത് ഈറൻ എടുത്തു വന്ന് അമ്മമാർ തൊഴുന്ന കാര്യത്തെ ശ്രീമതി സുധാകരനാണ് സാർ. നമ്പൂരിയാക്കളുടെ അടിവസ്ത്രത്തെ കുറിച്ച് പറഞ്ഞ സുധാകരനാണ് സാർ. നിങ്ങളുടെ ദേവസ്വം മന്ത്രിയായിരുന്ന ആളാണ് സാർ. ഇനിയിപ്പോ നമുക്ക് അതിൽ മുഴുവൻ തർക്കിച്ച് ഇപ്പോ ഉണ്ടായ ഒരു സമവായത്തെ തകടം മറിക്കണ്ട. ആവട്ടെ ശരി. അല്ല, ക്ഷേത്രാങ്കണം ആരുടെയും രാഷ്ട്രീയ പ്രചാരണത്തിനുള്ള വേദിയാക്കരുത് എന്നുള്ളതാണ് അക്കാര്യത്തിൽ ചെയ്യാൻ കഴിയുന്ന ശരി. ഓക്കെ, ആവട്ടെ.